അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയത്തിനെതിരെ കുരുവട്ടൂരിയൻ വ്യാജന്മാർ രംഗത്ത് വരികയും അവരുടെ വിദണ്ഡവാദങ്ങൾ അക്കമിട്ട് നിരത്തി നമ്മളതിനെ ഗണ്ണിക്കുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇതുപോലെ ധാരാളം വ്യാജന്മാർ, പിഴച്ച കക്ഷികൾ കടന്നു വന്നിട്ടുണ്ട്. തുടക്കം നോക്കുമ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവൻ ആരായിരുന്നു? മലക്കുകൾക്കിടയിൽ ജീവിച്ച് ധാരാളം ഇബാദത്തുകളിലായി മുഴുകിയിരുന്ന വ്യക്തിയായിരുന്നു ഇബ്ലീസ്. പക്ഷേ പിന്നീട് അവൻ പിഴച്ചുപോയി. നേരത്തെ ഇബ്ലീസ് അങ്ങനെയായിരുന്നു എന്ന് ഇപ്പം പറയുന്നതിലൊരർത്ഥമില്ല. അവൻ പിഴച്ചു, അവനെ പുറത്തിട്ട്. അതുപോലെ പിൽക്കാലത്ത് ഇങ്ങനെ ചരിത്രം നോക്കിയാൽ നമുക്ക് ധാരാളം ഇതിൻ്റെ ആവർത്തനങ്ങൾ കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും കൂടെ നടന്ന വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ അബി സർഹ്. അദ്ദേഹം മുസ്ലിമാണ് എന്ന നിലക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വഹാബത്തിൻ്റെ കൂടെ നടന്ന വ്യക്തിയാണ്. എന്നല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ ആ ഖുർആൻ രേഖപ്പെടുത്തുന്ന കുത്താബുൽ വഹ്യി എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു, അഥവാ വഹ്യി എഴുത്തുകാരായ ആളുകൾ. അക്കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? അബ്ദുല്ലാഹി ബിൻ അബി സർഹ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം പിന്നീട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ തിരിയുകയും ചെയ്തു. അവൻ്റെ വിഷയത്തിലാണ് വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബാ എന്ന് തുടങ്ങിയ ആയത്ത് ഇവൻ്റെ വിഷയം പരാമർശിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. എന്തായിരുന്നു അവൻ്റെ വഴിപിഴക്കലിൻ്റെ തുടക്കം? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ 14-ാമത്തെ ആയത്ത് ഇറങ്ങുന്നു. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യനെ നാം കുഴച്ച കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് സൂറത്തുൽ മുഅ്മിനീൻ ഈ ആയത്ത് തുടങ്ങുന്നു. പിന്നീട് മനുഷ്യൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടം ഘട്ടമായി പരിശുദ്ധ ഖുർആൻ പറയുന്നു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നെ മനുഷ്യനെ മറ്റൊരു സൃഷ്ടിയായി നാം അവയെ മാറ്റിയെടുത്തു. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അജിബ അബ്ദുല്ലാ ഫി തഫ്സീരി ഖൽഖൽ ഇൻസാൻ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങൾ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് കണ്ടപ്പോൾ ഈ അബ്ദുല്ലാഹി ബിൻ അബി സർഹിന് വല്ലാത്ത അത്ഭുതം. അദ്ദേഹം അറബിയാണ്. അക്കാലഘട്ടത്തിലെ അറബികൾ സാഹിത്യത്തിൽ വളരെ മികച്ചു നിന്ന ആളുകളായിരുന്നു. അറബികൾ എല്ലാവരും സാഹിത്യത്തിൽ വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ്. അക്കൂട്ടത്തിൽപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബി സർഹ് അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി, തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അല്ലാഹു തആല എത്ര നല്ല സൃഷ്ടികർമ്മം നിർവഹിക്കുന്നവനാണ് എന്ന് സാഹിത്യ ഭംഗിയിൽ അബ്ദുല്ലാഹി ബിൻ അബി സർഹ് പറഞ്ഞുപോയി. പരിശുദ്ധ ഖുർആനിൻ്റെ ബാക്കിയും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹക്കദാ ഉൻസിലത് അലയ്യ, അബ്ദുല്ല അങ്ങനെ തന്നെയാണ് ഖുർആനിൻ്റെ ബാക്കിയുള്ളത്, എനിക്കിറക്കപ്പെട്ട ഖുർആനും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇവനിക്ക് ഒരു മനസ്സിൽ ചാഞ്ചാട്ടം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ടതുപോലെ ഖുർആൻ എനിക്കും ഇറക്കപ്പെട്ടു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവൻ പുറത്തുപോയി. അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് മുഹമ്മദ് എഴുതുന്നത്, ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതൊന്നുമല്ല, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എഴുതുന്നതാണ് എന്ന് പറഞ്ഞ് അവൻ മുർത്തദ്ദായി പ്രഖ്യാപനം നടത്തി. ഇസ്ലാമിനെതിരെ ശത്രുക്കളുടെ കൂടെ നിന്ന് ഇസ്ലാമിനെ വിമർശിക്കുകയും ഇസ്ലാമിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ ആദ്യം ഉണ്ടായിരുന്നത് കുത്താബുൽ വഹീൻ്റെ കൂട്ടത്തിലായിരുന്നു. അങ്ങനെ നേരത്തെ അങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കി ഇപ്പം അവനെ വിലയിരുത്താൻ കഴിയില്ല. ഇപ്പം അവൻ പിഴച്ചു. അവൻ്റെ പിഴവ് ബോധ്യപ്പെട്ടു. അവനെ എടുത്ത് പുറത്തെറിഞ്ഞു. കഴിഞ്ഞില്ല. അങ്ങനെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ ധാരാളം കാണാൻ കഴിയും നമുക്ക്. വാസിൽ ബിൻ അത്ത എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആരായിരുന്നു? ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ദർസിൽ ഓതി പഠിച്ചിരുന്ന ഒരാളായിരുന്നു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നും പിരിഞ്ഞുപോയി വാസിൽ ബിൻ അത്ത. അവനെ നോക്കി ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, വാസിൽ ബിൻ അത്ത ഖദി അത്തസല,
അവൻ മുഅ്തസിലിയായി പോയി, അവൻ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നിന്നും വിഘടിച്ചു പോയിരിക്കുന്നു. ആ വാസിൽ ഇബ്നു അത്താഇന്റെ കൂടെ കൂടിയ ആളുകളുടെ പേരാണ് മുഅ്തസിലികൾ. അവരാണ് ആദ്യമായി ഈ മൊബൈൽ വാദം കൊണ്ടുവന്നത്. മൊബൈൽ വാദം കൊണ്ടുവന്നത് ആദ്യമായിട്ട് മുഅ്തസിലികളാണ്. ആ വാസിൽ ഇബ്നു അത്താഇന്റെ അതേ പാരമ്പര്യത്തിൽ വന്ന കുരുവട്ടൂരിയൻ വ്യാജന്മാരും നൗഷാദും അടങ്ങുന്ന ടീം ഇന്ന് ആ മൊബൈൽ വാദം ഏറ്റുപറയുകയാണ്. അന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ നിന്നും പിരിഞ്ഞുപോയ വാസിൽ ഇബ്നു അത്താ ഇന്നാണെങ്കിലോ ഇന്ന് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും മജ്ലിസിൽ നിന്ന് വിഘടിച്ചു പോയ നൗഷാദും ടീമുമാണ് ഇന്ന് ആ സ്ഥാനത്തുള്ളത്. വാസിൽ ഇബ്നു അത്താ അന്ന് വാദിച്ചു, അല്ലാഹു തആല കഴിവുകളൊക്കെ നേരത്തെ അങ്ങ് പടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അതേ വാദം, മൊബൈൽ വാദം ഉന്നയിച്ചുകൊണ്ട് നൗഷാദും ടീമും പറയുകയാണ്, അല്ലാഹു തആല കഴിവൊക്കെ നേരത്തെ പടച്ചിട്ട് കൊടുത്തു. ഇനി ആ കഴിവ് കൊടുത്തതിൽ പിന്നെ അള്ളാഹുവിനൊന്നും ചെയ്യാനില്ല. വ്യക്തമാണല്ലോ, അല്ലാഹു തആല കഴിവ് നേരത്തെ പടച്ചു കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ, ഉദാഹരണം പറയാം, നടക്കാനുള്ള ഒരു കഴിവ് ഒരു വ്യക്തിക്ക് അല്ലാഹു തആല നേരത്തെ പടച്ചു കൊടുത്തു, നാളെ നടക്കാനുള്ള കഴിവ് ഇന്ന് തന്നെ കൊടുത്തു. എന്നാൽ ആ വ്യക്തി നടക്കണ്ട എന്ന തീരുമാനം എടുക്കാൻ ഇപ്പോൾ അല്ലാഹു തആലക്ക് കഴിയുമോ? ഇല്ലേ? കഴിയുമെന്നാണെങ്കിൽ ആ കഴിവ് കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ അല്ലാഹു തആലക്ക് പിന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയരുത്. അതുകൊണ്ടാണ് നൗഷാദ് ചോദിക്കുന്നത്, പിന്നെയും മൊബൈൽ കൊടുത്തതിന് ശേഷം ഓഫാക്കുന്നതും ഓണാക്കുന്നതും ഈ കൊടുത്ത വ്യക്തി തന്നെയാണെങ്കിൽ പിന്നെ അത് കൊടുക്കലാകോ എന്ന് നൗഷാദ് ചോദിച്ചത് പണ്ട് വാസിൽ ഇബ്നു അത്താ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതേ വാദത്തിൽ നിന്നാണ് ഇദ്ദേഹം പിന്നീട് മഹാന്മാർക്ക് കൊടുക്കുന്ന കഴിവെല്ലാം ഹഖീഖത്തൻ കഴിവാണ് എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്ന് സംസാരിക്കുന്നില്ല. അപ്പോൾ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ ഒരുപാട് കക്ഷികളെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു പിഴച്ച കക്ഷികളുടെ പരമ്പരകളിലെ ഒരു ചരിത്രത്തിൻ്റെ ആവർത്തനം മാത്രമാണ് ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരും അവർ വിളമ്പിക്കൊണ്ടിരിക്കുന്ന പുത്തൻവാദം. പക്ഷേ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ചുണക്കുട്ടികൾ കടന്നു വന്ന് ഇവരുടെ ഈ വിദണ്ഡവാദങ്ങളെ കൈയോടെ പിടികൂടി പ്രമാണങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചു. അതോടുകൂടെ ഈ വ്യാജന്മാരുടെ സകല വ്യാജവാദങ്ങളും അവിടെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. അവർക്ക് പിന്നീട് അത്തരം വ്യാജങ്ങൾ, അത്തരം ദുർവ്യാഖ്യാനങ്ങൾ നടത്താൻ ശേഷിയില്ലാത്ത വിധം, ധൈര്യപ്പെടാനാവാത്ത വിധം നമ്മളവരെ പ്രാമാണികമായി ഖണ്ഡനം ചെയ്ത് പരാജയപ്പെടുത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന സംസാരം ഞാൻ ശ്രദ്ധിച്ചു. നൗഷാദിൻ്റെ സംസാരം എനിക്ക് സഹതാപം തോന്നുകയാണ്. അദ്ദേഹം മഹാന്മാരായ ഇമാമുകളുടെ കിതാബ് ഉദ്ധരിച്ചു, അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിരുന്നു. പക്ഷേ നാം അതേ കിതാബുകൾ തന്നെ മറിച്ച് വായിച്ച് അതിൻ്റെ യഥാർത്ഥ അർത്ഥം വിശദീകരിച്ചു കൊടുത്തപ്പോൾ ആ കിതാബുകളിലൊന്നും നൗഷാദും ടീമും പറയുന്ന ഒന്നുമില്ല എന്ന് നമ്മൾ തെളിയിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആയുധം എന്ന നിലക്ക്, ഏറ്റവും വലിയ പ്രമാണം എന്ന നിലക്ക് അദ്ദേഹം ഒരുപാട് വേദികളിൽ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന ഒരു സാധനം മജീദ് മുസ്ലിയാർ എഴുതിയ ഖുതുഫുൽ ആലം ഫി മനാഖിബി ഖുതുബിൽ ആലം എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. പക്ഷേ മജീദ് മുസ്ലിയാർ പറ്റിച്ചു. ആ കിതാബ് പിൻവലിക്കലോടുകൂടെ നൗഷാദും ടീമും പൂർണ്ണമായ അന്ധകാരത്തിൽ വീണുപോയി. ആകെയുണ്ടായിരുന്ന ഒരു നാര്, അതായിരുന്നു ഇവരുടെ ആകെയുള്ള പിടിവള്ളി. അതും പോയപ്പോൾ നൗഷാദും ടീമും വലിയ അങ്കലാപ്പിലാണ്. ആ അങ്കലാപ്പ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. കഴിഞ്ഞ മലപ്പുറത്ത് നടന്ന സംസാരത്തിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ ആവർത്തനം മാത്രമായിരുന്നു. നമ്മൾ എത്രയോ തവണ മറുപടി പറഞ്ഞതിൻ്റെ വെറും ആവർത്തനം മാത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ആ മുമ്പിൽ പോയിരിക്കുന്ന ഒരു 5-6 ആളുകൾ, അവരെ നമ്മൾ പ്രത്യേക അവാർഡ് കൊടുത്തുകൊണ്ട് ആദരിക്കണം. കാരണം 10-12 കൊല്ലമായി കേട്ടതും ഇപ്പോൾ കേൾക്കുന്നതും ഇനി കേൾക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ ഒരേ മേറ്ററാണ് എന്ന ഒരു പ്രത്യേകത അവിടെയുണ്ട്. അത് കേട്ട് സഹിക്കുന്ന അവർക്ക് സഹനത്തിൻ്റെ അവാർഡ് കൊടുക്കണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഏതായാലും സഹോദരങ്ങളെ, മലപ്പുറത്ത് വെച്ച് നടന്ന സംസാരത്തിൽ
അദ്ദേഹത്തിന് പഴയ ഭരണിപ്പാട്ട് ഇങ്ങനെ ആവർത്തിക്കുക എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ദയനീയതയാണത്. നമുക്ക് പ്രയാസമുണ്ട്. കാരണം ഒരു മനുഷ്യൻ ഇങ്ങനെ കൊച്ചായി പോകുന്നത് കാണുമ്പോൾ, ചെറുതായി പോകുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഹിദായത്ത് കൊടുക്കേണ്ടവൻ അള്ളാഹു ആണല്ലോ. അപ്പം അതുകൊണ്ട് മലപ്പുറത്ത് നടന്നത് മുഴുവനും ആവർത്തനം മാത്രമാണ്. ആ ആവർത്തനം അല്ലാതെ വേറൊന്നും അദ്ദേഹത്തിനില്ല. പിന്നെയുള്ളത് ഏതൊക്കെയോ കുറേ പുസ്തകങ്ങൾ അദ്ദേഹം കൊണ്ടുവന്ന് വായിച്ചു. സുന്നത്തി ജമാഅത്തിന് പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ലാത്ത കുറേ പുസ്തകങ്ങളുണ്ട്. സുന്നത്തി ജമാഅത്ത് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ലാത്ത കുറേ പുസ്തകങ്ങളുണ്ട്. ഞങ്ങളുടെ ഉലമാ അറിയാതെ അവരുടെ പേരിൽ അവതാരികയും മറ്റുമൊക്കെ എഴുതി ചേർത്ത് അത് ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനം അത് ജപ്തി ചെയ്ത പുസ്തകങ്ങൾ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ മലയാള പുസ്തകങ്ങളും ആരൊക്കെയോ എഴുതിയ പ്രസിദ്ധീകരണങ്ങളിലും മാത്രം അഭയം തേടേണ്ടി വന്ന കുരുവട്ടൂരിസത്തെയാണ് മലപ്പുറത്ത് നമ്മൾ കണ്ടത്. ഇരിക്കട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹം അവിടെ പറഞ്ഞ ഒരു വിഷയം നിഴലുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ എത്രയോ തവണ പറഞ്ഞതാണ്. നമ്മുടെ ഉലമാഇന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചു. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് നിഴൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളിച്ചത്തിൻ്റെ പുറത്ത് കാണുന്ന ഇരുട്ടി എന്നർത്ഥത്തിലുള്ള ഒരു നിഴൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ഉലമാ പറഞ്ഞു എന്ന പച്ചക്കള്ളം നൗഷാദ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേ. പക്ഷേ നമ്മൾ ചോദിച്ചു, എവിടെയാ മൗലവി അത് പറഞ്ഞത്? നിഴൽ എന്ന് പറയുന്ന മലയാള പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ എത്രയോ തവണ വിശദീകരിച്ചതാണ്. ലില്ലി എന്ന് പറയുന്ന അറബി പദത്തിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് പല അർത്ഥത്തിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. നിഴൽ എന്ന് പറയുന്ന മലയാള പദം ഒരു വെളിച്ചത്തിൻ്റെ അപ്പുറത്ത് കാണുന്ന ഇരുട്ടിനെ നിഴൽ എന്ന് മലയാളത്തിൽ പ്രയോഗിക്കും. ആ അർത്ഥത്തിൽ ഒരു നിഴൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല. അതേ സമയത്ത് ഒരാൾ കണ്ണാടി നോക്കിയാൽ കണ്ണാടിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിബിംബം കാണുന്നു. ആ പ്രതിബിംബം കാണുമ്പോൾ ആ പ്രതിബിംബം എന്ന അർത്ഥത്തിൽ നിഴൽ എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. എന്നാൽ ആ അർത്ഥത്തിൽ പ്രതിബിംബം എന്ന അർത്ഥത്തിലുള്ള നിഴൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഹദീസിൽ തന്നെ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ നളറ ഇലാ വജ്ഹിഹി ഫിൽ മിർആതി, കണ്ണാടിയിൽ അവിടുന്ന് മുഖം നോക്കുമ്പോൾ അവിടുത്തെ പ്രതിബിംബം കാണുമ്പോൾ ഖാല, അവിടുന്ന് പറയും അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ കമാ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കണ്ണാടിയിൽ അവിടുന്ന് നോക്കാറുണ്ട്, അവിടുത്തെ പ്രതിബിംബം കാണാറുണ്ട്. അപ്പോൾ പ്രതിബിംബം എന്ന അർത്ഥം നിഴൽ എന്ന പദത്തിനുണ്ട്. ആ അർത്ഥത്തിലുള്ള നിഴൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രകാശത്തിൻ്റെ നിഴലുണ്ടായിരുന്നു. ഹത്താ റഅയ്തു ളില്ലി വളില്ലക്കും എന്ന ഹദീസിൽ കാണാം, എൻ്റെയും നിങ്ങളുടെയും ളില്ല് ഞാൻ കണ്ടു എന്നർത്ഥത്തിൽ. ഇതൊക്കെ നമ്മൾ എത്രയോ തവണ വിശദീകരിച്ചതാണ്. ഏതായാലും ആ വിശദീകരണങ്ങളൊക്കെ നമ്മൾ എത്രയോ തവണ കേട്ടു, എത്രയോ തവണ പറഞ്ഞു. പക്ഷേ മൗലവി ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. കാരണം അദ്ദേഹത്തിന് വേറെ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ദയനീയത നമ്മൾ ഉൾക്കൊള്ളണം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് എഴുതിയ അൽ അവാഇദുൽ വിജിദിയ ഫീ ശറഹിൽ ഖസായിദിൽ വിത്രിയ ഫീ മദ്ഹി ഖൈരിൽ ബരിയ എന്ന ഒരു ഗ്രന്ഥം മൗലവി വായിച്ചിരുന്നു. എന്താണ് അതിലുള്ളത്? ബിനൂരി റസൂലില്ലാഹി അശറഖത്തിദ് ദുന്യാ ഫഫീ നൂരിഹി കുല്ലുൻ യജിഉ വയദ്ഹബു എന്ന ഖസീദയുടെ എന്ന ബൈത്തിന്റെ വിശദീകരണത്തിൽ ഉസ്താദ് അവർകൾ എഴുതുന്നു, ലം യകുല്ലഹു ളില്ലുൻ വലം യഖും മഅ ശംസിൻ ഖത്തു ഇല്ലാ ഗലബ ലൗഉഹു അലാ ലൗഇ ശംസി വലം യഖും മഅ സിറാജിൻ ഖത്തു ഇല്ലാ ഗലബ ലൗഉഹു അലാ ലൗഇ സിറാജി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടായിരുന്നില്ല. ഏതർത്ഥത്തിലുള്ള നിഴൽ? പ്രകാശത്തിൻ്റെ പുറത്ത് കാണുന്ന ഇരുട്ടി എന്നർത്ഥത്തിലുള്ള നിഴൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. അത് തന്നെയാണ് ഞങ്ങളുടെ ഉലമാ ഒക്കെയും പറഞ്ഞത്. പ്രകാശത്തിനപ്പുറത്ത് കാണുന്ന ഇരുട്ടി എന്ന അർത്ഥത്തിലുള്ള ഒരു നിഴല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് സുന്നത്തി ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല.
നൗഷാദേ, താങ്കൾ അത് കള്ളം പറയുകയാണ്. താങ്കൾക്ക് കളവ് പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് അതിൽ ഒരു അസ്വസ്ഥത ഇല്ലാതെയായി പോയതാണ്. അള്ളാഹു നിങ്ങളെ നന്നാക്കട്ടെ. നിങ്ങളെ കൂടെ പെട്ടുപോയ സാധുക്കളെയും അള്ളാഹു തആല രക്ഷപ്പെടുത്തട്ടെ. നമുക്ക് ദുആ ചെയ്യാനല്ലാതെ വേറെന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമ ഒക്കെയും പറഞ്ഞത് ആ അർത്ഥത്തിൽ വെളിച്ചത്തിൻ്റെ പുറത്ത് കാണുന്ന ഇരുട്ടി എന്ന അർത്ഥത്തിലുള്ള നിഴൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഹദീസിലും കാണുന്നത്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ വെളിച്ചത്തിൽ അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലം യകുൽ ലഹു ദില്ലുൻ ഫീ ശംസിൻ വലാ ഫീ ഖമരിൻ, റസൂലുള്ളാഹി തങ്ങൾക്ക് സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ വെളിച്ചത്തിൽ ഒരു നിഴൽ, അഥവാ വെളിച്ചത്തിൻ്റെ പുറത്ത് കാണുന്ന ഇരുട്ട് എന്ന അർത്ഥത്തിലുള്ള ഒരു നിഴൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിട്ടില്ല. ഇതിനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളം നമ്മുടെ ഉലമാഇന്റെ പേരിൽ ഇദ്ദേഹം ആവർത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് നിരന്തരം ആവർത്തിക്കേണ്ട ഗീബൽസിയൻ സിദ്ധാന്തമാണ്. ഒരു കളവ് 1000 തവണ ആവർത്തിച്ചാൽ അത് സത്യമാകുമെന്ന ഗീബൽസിയൻ സിദ്ധാന്തമാണ് കുരുവട്ടൂരിയൻ വ്യാജന്മാർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിഴലാണ് കാര്യമായിട്ട് മലപ്പുറത്ത് പറഞ്ഞ ഒരു കാര്യം. അത് കളവിൻ്റെ ആവർത്തനമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി വേറൊന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തനമാണ്. എൻ്റെ ഗ്രന്ഥം പൊക്കിപ്പിടിച്ച് അതിൻ്റെ ദുർവ്യാഖ്യാനം വീണ്ടും ആവർത്തിക്കുന്നു. അത് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. എൻ്റെ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദീകരണം അതിൻ്റെ മുസന്നിഫ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഞാൻ എഴുതിയ വാചകത്തിൽ ഞാൻ ഉദ്ദേശിക്കാത്ത, ബുദ്ധിയുള്ള ഒരാളും ഉദ്ദേശിക്കാത്ത അർത്ഥമാണ് അവിടെ ദുർവ്യാഖ്യാനിച്ച് മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം പല്ലവിയായതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി വിട്ടുകളയാം. സ്വപ്നത്തിൻ്റെ വിഷയത്തിൽ ഞാൻ വളരെ വിശദമായി അത് സംസാരിച്ചതാണ്. വ്യക്തമായി ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ, അതിൻ്റെ തൊട്ടുമുമ്പത്തെ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. സ്വപ്നത്തിൻ്റെ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തുമായി ഈ മൗലവിയും നൗഷാദും കുരുവട്ടൂരിയൻ വ്യാജന്മാരും ഏറ്റുമുട്ടുന്നത് ഒരു പോയിന്റിലാണ്. അതെന്താണത്? അന റസൂലുള്ള എന്ന് കളവ് പറയാൻ പിശാച്ചിന് കഴിയും എന്ന് സുന്നത്ത് ജമാഅത്ത് പറയുന്നു. അങ്ങനെ കഴിയില്ല എന്ന് പിശാച്ചിൻ്റെ സ്വന്തം ആളുകളായ കുരുവട്ടൂരിയൻ വ്യാജന്മാരും പറയുന്നു. അതിൻ്റെ തെളിവ് എവിടെയാണെന്നാണ് നമ്മൾ ചോദിച്ചത്. നമ്മൾ പറയുന്നതിൻ്റെ തെളിവ് ഇമാമുകൾ എഴുതി വച്ചത് നമ്മൾ നസീഹത്തുൽ ലബീബിൽ നിന്നും വായിച്ച് കേൾപ്പിച്ചു. എന്നാൽ നിങ്ങൾ പറയുന്നത് ഏത് ഇമാമ് പറഞ്ഞതാണ് എന്ന ചോദ്യത്തിന് ഇന്ന് വരെ മൗലവി വായിച്ചിട്ടില്ല. ഇന്ന് വരെ വായിച്ചിട്ടില്ല. മൗലവി ഒന്ന് വായിച്ചു നോക്കി കൗസറുൽ ജാരിയിലെ ഇബാറത്ത്, അതിൻ്റെ വിശദീകരണവും എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് രൂപത്തിൽ വന്ന് റസൂലുള്ളാഹി തങ്ങളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏത് രൂപത്തിൽ വന്ന് അന റസൂലുള്ളാഹി എന്ന് പറയാൻ പിശാച്ചിന് കഴിയൂല എന്നാണ് കൗസറുൽ ജാരിയിൽ പറഞ്ഞത്. അതിൻ്റെ തൊട്ടടുത്ത വാചകം അതിന് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലപ്പോൾ യുവാവായിട്ട് കാണപ്പെടുന്നു, ചിലപ്പോൾ ഷെയ്ഖായിട്ട് കാണപ്പെടുന്നു. അതെന്താണ് ആ തഫാവുത്തിൻ്റെ കാരണം? അത് ബിഅ്തിബാരി ഹാലി റായി, കാണുന്നവൻ്റെ അവസ്ഥയാണ് അവിടെ അതിൻ്റെ വ്യാഖ്യാനം എന്ന വാചകം ഫിയയ്യ സൂറത്തിൻ ഗാന എന്ന് കൗസറുൽ ജാരിയിലെ ഇബാറത്തിൻ്റെ അർത്ഥം റസൂലുള്ളാഹി തങ്ങളുടെ ഏത് രൂപമാണ് എന്നതിൻ്റെ വ്യക്തമായ ഖരീനത്താണ്. അത് കിതാബിൻ്റെ ദൗഖ് അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു. പക്ഷെ കിതാബിൻ്റെ ദൗഖ് അറിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നില്ല. ഏതായാലും മഹാന്മാരായ ഇമാമുകൾ എഴുതി വച്ച കിതാബിനെ പച്ചയിൽ ദുർവ്യാഖ്യാനിക്കുക മാത്രമാണ് ആ വിഷയത്തിലും ഈ മൗലവി നടത്തിയിട്ടുള്ളത്. അവിടെ ബഹുമാനപ്പെട്ട പരിമള സാദ എഴുതിയ ഗ്രന്ഥം, അതുപോലെ മൗലിദുൽ ഹുസ്നയൈനി, അങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുര ഉസ്താദിനെ കുറിച്ച്, ഇങ്ങനെ എല്ലാവരെയും കുറിച്ച് കളവ് മാത്രമാണ് മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുക. അവരാരും നമ്മൾ ഈ മൗലവി തർക്കിക്കുന്ന വിഷയം പറഞ്ഞിട്ടേയില്ല. റസൂലുള്ളാഹി തങ്ങളാണ് എന്ന്, അന റസൂലുള്ള എന്ന് പിശാച്ച് കളവ് പറയില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല മൗലവി. പച്ച കളവ് ആവർത്തിക്കുക മാത്രമാണ്. അങ്ങനെ പിശാച്ച് സ്വപ്നത്തിൽ വന്ന്
ഞാൻ റസൂലാണ് എന്ന് കളവ് പറയില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു കക്ഷി അത് ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരും ഇവരുടെ മുൻഗാമികളായ പുത്തൻവാദികളുമായിരുന്നു. അങ്ങനെ ഒരു വാദം ഉന്നയിച്ച ആൾക്കെതിരെയാണല്ലോ നസീഹത്തുൽ ലബീബ് രചിക്കുന്നത് തന്നെ. ഞാനത് വിശദീകരിച്ചതാണ്. അങ്ങനത്തെ വാദം ഉന്നയിച്ച് വന്ന ഒരു വ്യക്തിയെ ഗണ്ണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉപദേശിച്ചുകൊണ്ട് എഴുതിയ കിതാബാണ് നസീഹത്തുൽ ലബീബ്. അതൊക്കെ നമ്മൾ എത്രയോ തവണ വിശദീകരിച്ചതാണ്. പക്ഷേ മൗലവി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗീബൽസിയൻ സിദ്ധാന്തം കളവ് ആവർത്തിച്ചാൽ അത് സത്യമായി തീരും എന്ന അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് വീണ്ടും കളവ് ആവർത്തിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട നസീഹത്തുൽ ലബീബിൻ്റെ പേരിൽ ഇമാം സുമുഹൂദി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ മൗലവി നടത്തിയ ഒരു വൻ തട്ടിപ്പ്, ഏറ്റവും വലിയ ഒരു വഞ്ചന അദ്ദേഹം നടത്തി. അദ്ദേഹം ഒരുപാട് വഞ്ചനകളാണ് നടത്തുന്നത്, മുഴുവൻ വഞ്ചനയാണ്. അതിലേറ്റവും വലിയ വഞ്ചന നടത്തി. എന്ത്? നസീഹത്തുൽ ലബീബിൽ ഇമാം സുമുഹൂദി റളിയല്ലാഹു അൻഹു 44-ാമത്തെ പേജിൽ പറഞ്ഞത് തിരുത്തിയിട്ടുണ്ട് എന്ന ഒരു കളവ് കുടുങ്ങിയപ്പോൾ മൗലവി പറഞ്ഞു. ആ കളവിനെ അടിസ്ഥാനപ്പെടുത്തി അത് തെറ്റാണ്, മൗലവി പറഞ്ഞത് മഹാനുണയാണ് എന്ന് തെളിയിച്ച് നമ്മൾ അതിൻ്റെ കയ്യെഴുത്ത് പ്രതി ഹാജരാക്കി. കയ്യെഴുത്ത് പ്രതി ഹാജരാക്കിയപ്പോൾ മൗലവി പറഞ്ഞു, അൾജീരിയയിൽ നിന്ന് ഞങ്ങൾ അതിൻ്റെ കയ്യെഴുത്ത് പ്രതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എത്രയോ തവണ നമ്മൾ ഇട്ട് കേൾപ്പിച്ചതാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ മൗലവിമാർ ഇന്നലെ മലപ്പുറത്തെ റൂമിൽ പോയിരുന്ന് സംസാരിച്ചു, കാടപ്പടി റൂമിൽ പോയിരുന്ന് സംസാരിച്ചു, അങ്ങനെ പല സ്ഥലത്തും പോയി റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും ഈ അൾജീരിയയിൽ നിന്ന് കൊണ്ടുവരുന്ന കിതാബിനെ കുറിച്ച് വല്ല മാമിണ്ടിയോ മൗലവി? എന്താ മിണ്ടാത്തത് മൗലവി? എന്താ മിണ്ടാത്തത് നൗഷാദേ? പറ, മറുപടി പറ. എവിടെ പോയി അൾജീരിയയിലെ കിതാബ്? അപ്പം അത് താങ്കൾ കളവ് പറഞ്ഞതല്ലേ? കളവ് പറഞ്ഞതല്ലേ? നിങ്ങൾ ജനങ്ങളെ മുമ്പിലിരിക്കുന്ന സാധുക്കളായ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു കളവ് പറഞ്ഞു. പക്ഷെ അത് ഞങ്ങളോടായിപ്പോയി എന്നതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. നിങ്ങൾ ആ കുരുവട്ടൂരിസത്തിൽ പെട്ടുപോയ സാധുക്കളോട് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഖണ്ഡനമായിട്ട് ഞങ്ങളോടെതിരെയായി പറഞ്ഞു പോയി. പക്ഷെ ഞങ്ങളത് ആൺകുട്ടികളായതുകൊണ്ട് അതിൻ്റെ കൃത്യമായ രൂപത്തിൽ അത് കൈകാര്യം ചെയ്തു. അതോടുകൂടെ നൗഷാദ് പറഞ്ഞ ആ വൻ കളവ് അവിടെ തകർന്നടിഞ്ഞു. ഇപ്പം അൾജീരിയ മിണ്ടുന്നില്ല. ഇവരുടെ അവകാശവാദം എന്താണ്? ഉന്നതമായ ഹദറത്തിൽ നിന്ന് വിവരം കിട്ടിയിട്ടാണ് പറയുന്നത്. എന്ത് ഉന്നതമായ ഹദറത്തോടോ? കോമാട്ടുചാലിൽ അബ്ദുല്ലാന്റെ ഹദറത്ത് എന്ത് ഉന്നതമായ ഹദറത്ത്? എന്നിട്ട് എവിടെയാണ് കിതാബ്? ഇതുവരെ അൾജീരിയയിൽ നിന്ന് കിതാബ് വന്നിട്ടില്ല, ഇനി വരികയുമില്ല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൗലവി സ്വപ്നവുമായി ബന്ധപ്പെട്ട് കളവ് ആവർത്തിക്കുകയാണ്. ഇങ്ങനെയൊന്നും കളവ് പറയേണ്ട ആവശ്യമില്ല. അൾജീരിയയിൽ നിന്ന് ഇൻതഹ എന്ന് അപ്പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കിതാബ് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരാൻ കഴിയൂല. മനസ്സിലായല്ലോ? കൊണ്ടുവരാൻ കഴിയില്ല. എന്താ മൗലവി നമ്മൾ കൊണ്ടുവന്ന കിതാബ് എവിടെ നിന്നാണെന്ന് നമ്മൾ അതപോടെ ഗുരുത്തത്തോടെ ചോദിക്കാൻ പറഞ്ഞിട്ട് എന്താ ചോദിക്കാത്തത്? എന്താ ചോദിക്കാത്തത്? ചോദിക്കാനുള്ള ധൈര്യമില്ല. നമ്മളതിൻ്റെ സ്രോതസ് പറയും. എവിടെയാണോ ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി തങ്ങളുടെ നസീഹത്തുൽ ലബീബിൻ്റെ ആധികാരിക സ്രോതസ് ലോകത്തെവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു അൾജീരിയൻ നുണ പറഞ്ഞിട്ട് ഇപ്പം അതിനെ തൊടാതെ നടക്കുകയാണ് മൗലവി. എന്താ തൊടാതെ നടക്കുക? നമ്മൾ വിടുന്നു വിചാരിച്ചോ? ഒരിക്കലും അങ്ങനെ കരുതേണ്ടതില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇബ്ലീസ് മുതൽ കഴിഞ്ഞ കാലത്ത് പിഴച്ചവരുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ ഈ കക്ഷികളുടെ വാദവും അവരുടെ അതേ ആശയവും നമുക്ക് ചരിത്രത്തിൽ ആവർത്തിച്ചതായി കാണാൻ കഴിയും. എന്നാൽ മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് അവരുടെ കറാമത്തുകളും അവരുടെ അധികാരങ്ങളും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്നും കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാമുകൾ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിഷേധിക്കുന്ന വഹാബികളെയും മറ്റു കക്ഷികളെയും നമ്മൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഏത് കക്ഷികൾ ഇസ്ലാമിനെതിരെ വന്നാലും നമ്മളതിനെ ആദർശപരമായി കൈകാര്യം ചെയ്യും. യുക്തിവാദികൾ വരുന്നു, യുക്തിവാദികളോട് നമ്മൾ അവരെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്
അങ്ങനെ കൈകാര്യം ചെയ്യും. അവർ മോഡേൺ ഫിലോസഫിയാണോ കൊണ്ടുവരുന്നത്, അതേ മോഡേൺ ഫിലോസഫിയും ഇസ്ലാമിക് ഫിലോസഫിയും എല്ലാം ഉൾച്ചേർന്നുകൊണ്ട് അത്തരം കക്ഷികളെ നേരിട്ട് ഞങ്ങൾ ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇനി വഹാബികളും മൗദൂദികളും അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തും ഖാദിയാനികളും ഇവർ വന്നാൽ അവരെ ഞങ്ങൾ നേരിടേണ്ടതുപോലെ നേരിട്ട് അവരെ പരാജയപ്പെടുത്തും. നിങ്ങളെപ്പോലുള്ള കള്ളത്തൊരീഖത്ത് വന്നാൽ അവരെയും ഞങ്ങൾ നേരിടേണ്ടതുപോലെ നേരിട്ട് പരാജയപ്പെടുത്തും. ഇത് ഷെയ്ഖുന കാദബർ ഉസ്താദിൻ്റെ മക്കളാണ്, നല്ല ഓർമ്മയിലുണ്ടായിക്കോട്ടെ, മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ബിദ്അത്തിന്റെ കക്ഷികൾ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. വഹാബികളും ഈ നൗഷാദും ടീമും ഒക്കെ ഒന്നാണ്. അപ്പോൾ ഈ മൗലവി വഹാബി മൗലവിയെ കൊണ്ട് സലഫിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്താണ്? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, ഹുസൈൻ സലഫിക്ക് പേരോട് ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വിറയൽ വരും. നാദാപുരത്തുനിന്ന് അങ്ങനെ അത്രമാത്രം കിട്ടിയിട്ടുണ്ട്. ആ ഹുസൈൻ സലഫിക്ക് പേരോട് ഉസ്താദിനെ ഒന്ന് വിമർശിക്കാൻ നൗഷാദ് വഴിയൊരുക്കി കൊടുക്കുകയാണ്. കേൾക്കാൻ നമുക്ക് ആദ്യം. ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. സലഫിന്റെ ഉപദേശം അൽഹംദുലില്ലാഹ്, ആ സംസാരം ആത്മാർത്ഥതയോട് കൂടെ ആണെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ പറയേണ്ടതുണ്ട്. എന്താ? നിങ്ങൾക്ക് മറുപടിയായിട്ട് അപ്പുറത്തുള്ള വേറൊരു മുസ്ലിയാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? ഹസനി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ പറയുന്നത് എന്താണെന്നോ നിങ്ങളോട് ചോദിക്കാണ്. അതിനെന്താ തകരാറ്? അങ്ങനെ എല്ലാ കാലത്തും എല്ലാവരും ഉണ്ടെങ്കിലും ലോകം മുഴുവൻ അദ്ദേഹം നിയന്ത്രിക്കുന്നു എന്നുള്ളതിന് യാതൊരു തകരാറുമില്ല. അല്ലാഹു അല്ലാത്ത ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും ഇവർക്ക് കൺട്രോൾ ഉണ്ട് എന്ന് അതാ ഇസ്മാഈൽ ഹത്തിയൽ ബുറൂസരി എന്ന പണ്ഡിതൻ അയാളുടെ റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹസനി അതങ്ങ് വായിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് എനിക്ക് പേരോടിനോട് വിനീതമായി സ്നേഹത്തോടെ പറയാനുള്ളത്, ആ കിതാബ് തോട്ടിലേക്ക് വലിച്ചെറിയൂ എന്ന് പറയാൻ നട്ടലുണ്ടോ ചങ്കൂറ്റമുണ്ടോ പേരോട് മൗലവി? അതായിരുന്നു അന്നത്തെ ചോദ്യം. വഹാബികളെ ചോദിക്കാം. അതെ, അത് താങ്കൾ ചോദിപ്പിച്ചു. വഹാബിയെ കൊണ്ട് താങ്കളുടെ ഉറ്റ സുഹൃത്തായ, താങ്കളുടെ കൂട്ടുകാരനായ, ഈ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിനെതിരെ താങ്കളുടെ സഖ്യകക്ഷിയായ വഹാബി സലഫിയെ കൊണ്ട് താങ്കൾ ചോദിപ്പിച്ചു. നിങ്ങളെല്ലാ കക്ഷികളും ഒരുമിച്ച് വന്ന് ചോദിച്ചാലും അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ഒരു പ്രശ്നവുമില്ല. ആ കിതാബ് അതിൻ്റെ അർത്ഥം മാറ്റി താങ്കൾ അതിനെ ദുർവ്യാഖ്യാനിച്ചു. അതുപോലെ സലഫികൾ ഇമാമുകളുടെ കിതാബിനെ ദുർവ്യാഖ്യാനിക്കുന്നു. രണ്ട് ദുർവ്യാഖ്യാനവും സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കും. സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാ പറഞ്ഞതുപോലെ സാധുക്കളായ ഞങ്ങളും വിശദീകരിക്കും. അതിലൊന്നും തർക്കം വേണ്ട. അപ്പം അതുകൊണ്ട് ഈ മൗലവിയെ, വഹാബി മൗലവിയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വന്നാൽ സുന്നത്ത് ജമാഅത്തിനെ എന്തെങ്കിലും ചെയ്തു കളയാൻ കഴിയും എന്ന് നൗഷാദ് കരുതുന്നുണ്ടെങ്കിൽ ആ ധാരണ മാറ്റിവെക്കണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും സുന്നത്ത് ജമാഅത്തിന് ഒരുപോലെയാണ്, രണ്ടും സുന്നത്ത് ജമാഅത്തിൻ്റെ ശത്രുക്കളാണ്. നിങ്ങൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇരിക്കട്ടെ, അപ്പോൾ ഈ മൗലവി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ലയനസ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ള മടവൂർ ഖാഫില എന്ന് പറയുന്ന ടീം, ആ ടീം സുന്നത്ത് ജമാഅത്തിൻ്റെ ശത്രുക്കളാണെന്നും അവർ ജനങ്ങളെ പിഴപ്പിക്കുന്ന, ജനങ്ങളെ വഞ്ചിക്കുന്ന കള്ളന്മാരും കബളിപ്പിക്കുന്നവരുമാണെന്നും നമ്മുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ CM വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളും അവരും ജനങ്ങളെ പിഴപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ നിങ്ങളാണ്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ മദദ്, അവിടുത്തെ പൊരുത്തം, അവിടുന്ന് പ്രതിനിധിയായി നിശ്ചയിച്ചിട്ടുള്ളത് വലിയ മശായിഖന്മാരായ താജുൽ ഉലമയെയും സുൽത്താനുൽ ഉലമയെയുമാണ്. ആ മശായിഖന്മാരെ തള്ളിക്കൊണ്ടാണ് നിങ്ങൾ പുത്തൻവാദം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. CM വലിയുല്ലാഹി തങ്ങൾ ഞങ്ങളുടെ നേതാവാണ്. അവിടുന്ന് ഞങ്ങൾക്കിപ്പോഴും ആത്മീയമായ ശിക്ഷണങ്ങൾ നൽകുന്ന മഹാനാണ്. ആ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. അൻത അലൽ ഹഖ് എന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയോട് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞത്. ആ ഹക്കിൻ്റെ മേലിലാണ് ഇന്നും സുൽത്താനുൽ ഉലമയുള്ളത്. ആ ഹക്കിൻ്റെ നേതാവാണ് സുൽത്താനുൽ ഉലമ. അവിടുത്തെ അനുയായികളാണ് സാധുക്കളായ ഞങ്ങളൊക്കെ. പക്ഷേ സുൽത്താനുൽ ഉലമയുടെ ശത്രുക്കളാണ് നിങ്ങൾ. CM വലിയുല്ലാഹി തങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങൾ. നിങ്ങൾ എല്ലാ സത്യത്തിൻ്റെയും ശത്രുക്കളാണ്. ഇത് അക്കൂട്ടത്തിൽ പെട്ടുപോയ സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ CM വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞ് നിരന്തരം നടക്കുമ്പോൾ അതിൽ വല്ല ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ അൻത അലൽ ഹഖ് എന്ന് CM വലിയുല്ലാഹി തങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ആ പണ്ഡിതൻ ആരാണ്? സുൽത്താനുൽ ഉലമയാണ്. അപ്പോൾ സുൽത്താനുൽ ഉലമൻ്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്?
സി എം വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞേൽപ്പിച്ചത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയല്ലേ? സുൽത്താനുൽ ഉലമയുടെ പ്രസ്ഥാനത്തിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? അപ്പോൾ വളരെ വ്യക്തമാണ് കാര്യം. ഇത് സി എം വലിയുല്ലാഹി തങ്ങളുടെ ഒരു അണുമണി തൂക്കം മഹബത്തില്ല എന്ന് മാത്രമല്ല, സി എം വലിയുല്ലാഹി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. ബിദ്അത്തിന്റെ കക്ഷികളോട് സി എം വലിയുല്ലാഹി തങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകാറില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള കക്ഷികളിൽപ്പെട്ടവരാണ് ഈ നൗഷാദും അദ്ദേഹത്തിൻ്റെ കുരുവട്ടൂരിയൻ വേജന്മാരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുതുബുൽ ആലമുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. കാരണം മടവൂർ ശൈഖുമായി ബന്ധപ്പെട്ട ഒന്നിനും ഇതാരായി ബന്ധമില്ലെന്ന് പറയുന്നവരെ മനസ്സിലാക്കണം. ഒരു കാലത്ത് മടവൂർ ശൈഖിനയുടെ പേര് പറഞ്ഞിട്ടാണ് അവരുടെ പിടിച്ചു നിന്നത്. ശൈഖുനയുടെ ആളുകളാണ് ഞങ്ങളുടെ നേതാവിനോട് അൻതാലിൽ ഹക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റാക്ക് 2 കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശൈഖുനയുടെ വാക്കുകളും ശൈഖുനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ടാണ് ഈ സംഘത്തിന്റെ നിലനിൽപ്പ് തന്നെ ഉണ്ടായത്. അല്ലെങ്കിൽ അതൊന്നോ ഉണ്ടാകുന്നില്ലായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് വന്ന ആളുകൾ പിന്നെ അവര് കുറച്ച് പൈസയും കുറച്ച് ഭൗതികന്മാരോടുള്ള ബന്ധവും ചില വ്യവസായികളോടുള്ള ബന്ധത്തിനപ്പുറത്തെ ബന്ധവും ഉണ്ടായപ്പോ പിന്നെ അവർക്ക് ശൈഖുന വേണ്ട. ശൈഖുനയുമായി ബന്ധപ്പെട്ട ചാനലുമായി ഒരു ബന്ധവും അവർക്കില്ല. ശൈഖുനയുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട ഖുതുബുൽ ആലം എന്ന ബുക്കുമായി അവർക്കൊരു ബന്ധവുമില്ല. അപ്പോ വ്യക്തമാണ് കാര്യം. അത് മൗലവിനെ സംബന്ധിക്കുകയാണ്. ഞങ്ങളുടെ പ്രസ്ഥാനവും ഞങ്ങളുടെ നേതാക്കന്മാരുടെയും ശക്തി, ആത്മീയമായ ശക്തി സി എം വലിയുല്ലാഹി തങ്ങളാണ്. ഈ പ്രസ്ഥാനം പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴാണ് സുൽത്താനുൽ ഉലമയോട് പറയുന്നത്, അൻത അലൽ ഹഖ്, നിങ്ങളുടെ പ്രസ്ഥാനമാണ് ശരിയായ പ്രസ്ഥാനം, അതിൽ അടിയുറച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ എല്ലാ അർത്ഥത്തിലും പ്രൊട്ടക്റ്റ് ചെയ്തു വന്നത് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങളായിരുന്നു. സുൽത്താനുൽ ഉലമയുടെ കൂടെ പ്രഭാഷണ വേദിയിലും അങ്ങനെ ജീവിതകാലം മുഴുവൻ വലിയ ബന്ധത്തിലും അവിടുത്തെ ശിക്ഷണത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സി എം വലിയുല്ലാഹി തങ്ങളെ കാണുകയോ അവിടത്തെക്കുറിച്ച് അറിയുകയോ അവിടത്തെക്കുറിച്ച് ഒരു ബന്ധവുമില്ലാത്ത ഈ ജാഹിലീങ്ങളാണ് ഇപ്പോൾ സി എം വലിയുല്ലാഹി തങ്ങളുടെ കാര്യം അവകാശപ്പെട്ടു വരുന്നത്. എന്തുമാത്രം ദയനീയ രംഗമാണിത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഉലമാഇൻ്റെ എല്ലാ ശക്തിയും സി എം വലിയുല്ലാഹി തങ്ങളാണ്. അത് അന്നും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതേ സമയത്ത് സി എം വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞു വരുന്ന വ്യാജന്മാരായ നിങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുകയും കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് കള്ളപ്രവാചകന്മാരെയും കൂടി ഞങ്ങൾ നബിയായി അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. അല്ല, കള്ളപ്രവാചകന്മാരെ ആ കൂട്ടരെയും തിരിച്ചറിഞ്ഞ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയാണ് ചെയ്തത്. അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം മഹബത്ത് വെച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കള്ളപ്രവാചകൻ വന്നപ്പോൾ അദ്ദേഹത്തെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി എന്നതുപോലെ സി എം വലിയുല്ലാഹി തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ആ സി എം വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞു വരുന്ന വ്യാജന്മാരായ നിങ്ങളെ ആദർശപരമായി യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തും, സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് മടവൂർ കാഫിലിൻ്റെ ചാനൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എവിടെ നിന്ന് അംഗീകരിക്കാനാ? ഇങ്ങനെയുള്ള അഴുക്കുചാലുകളൊക്കെ ഞങ്ങളെടുത്ത് തോട്ടിലെറിയും. അതിൻ്റെ ഭാഗമല്ലേ മൗലവി താങ്കളെയും ഞങ്ങൾ പിടിച്ച് പുറത്താക്കിയത്? ഞങ്ങളെ കൂടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ താങ്കൾ, പിന്നീടല്ലേ താങ്കൾ പുത്തൻവാദിയായത്, പിഴച്ചുപോയത്. പിഴച്ചുപോയപ്പോൾ ഞങ്ങളെടുത്ത് പുറത്തെറിഞ്ഞു. ഇബ്ലീസ് നേരത്തെ മലക്കുകൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവൻ പിഴച്ചുപോയി പുത്തൻവാദിയായപ്പോൾ അല്ലാഹു തആല പിടിച്ച് പുറത്തെറിഞ്ഞു എന്നതുപോലെ തന്നെയാണ്, ഇതുപോലെ തന്നെയാണ് എല്ലാ പുത്തൻവാദികളുടെയും അവസ്ഥ. അതുപോലെ തന്നെയാണ് അവിടെയും എന്ന് മനസ്സിലാക്കണം. ഇതിനാരാ അവരാധി എഴുതിയത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അയാൾ ഏത് ഹാൽ എഴുതിയതാണെന്ന് അറിയില്ല, പല അവസ്ഥയുണ്ടാവും. അങ്ങനെ ഇതിന്റെ ചീഫ് എഡിറ്റർ OM തിരുവണ, അങ്ങനെ എല്ലാ പ്രധാനികളും ഇതിലുണ്ട്. ഈ പുസ്തകം എഴുതിയപ്പോൾ നമ്മൾ ഇതിന്റെ പല ഭാഗങ്ങളും എടുത്ത് വായിച്ചു. ഇതിന്റെ പല ഭാഗം കൊണ്ട് ഖുതുബുൽ ആലം എന്നാണ് ഇതിന്റെ പേര് തന്നെ. ഇതിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഉദ്ധരണികളുണ്ട്. അപ്പോഴാണ് സിറാജ് പത്രത്തിൽ ആ പരസ്യം വന്നത്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അന്ന് മുതൽ ഇവര് ഈ പണിയിലാണ്. എന്നാൽ എഴുതിയിട്ടുള്ളത് സംഘടനകൾക്ക് ബന്ധമില്ല, സംഘടനകൾക്ക് ബന്ധമല്ല. ഖുതുബുൽ ആലം എന്ന പേരിൽ സി എം വലിയുല്ലാഹിയെ കുറിച്ച് ഇറക്കപ്പെട്ട ഇറക്കിയ ആളുകൾക്ക് അറിയില്ല. ഇറക്കപ്പെട്ട പുസ്തകത്തിൽ സത്യവിരുദ്ധമായ പല കാര്യങ്ങളും ഉള്ളതിനാൽ ഈ പുസ്തകവുമായി സുന്നി പ്രസ്ഥാനത്തിനും സംഘടനകൾക്കും യാതൊരു ബന്ധവുമില്ലെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഓഫീസിൽ നിന്നും അറിയിക്കുന്നു. ഓഫീസിൽ നിന്നാണ് പറയുന്നത്. അവിടെ ആരല്ലെന്ന് പറഞ്ഞു, ഓഫീസിൽ നിന്നാണ് വന്നത്. കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പുസ്തകങ്ങളായിരുന്നു പിന്നെ മൗലവി മലപ്പുറത്ത് കൊണ്ടുവന്നത്. എന്താണ് മൗലവി, എന്താണ് താങ്കളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. താങ്കൾ തന്നെ ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിച്ച് നോക്കുക. സുന്നത്തി ജമാഅത്തിനെതിരെ പറഞ്ഞു വന്ന താങ്കളെ ഞങ്ങൾ അടക്കിയിരുത്തി. ഇപ്പം പ്രമാണങ്ങളൊന്നുമില്ല എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി തന്നു. ഇപ്പം കൊണ്ടുവരുന്ന കുറച്ച് പുസ്തകങ്ങൾ ആരൊക്കെയോ എവിടൊക്കെയോ എഴുതിയത്, അത് തന്നെ ഇയാൾ തന്നെ പറഞ്ഞു. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിൻ്റെ പേരിൽ അവതാരിക എഴുതിയിട്ട് ഉസ്താദ് അറിഞ്ഞിട്ടില്ല.
ഉസ്താദ് അറിഞ്ഞിട്ടില്ല, ഉസ്താദ് എഴുതി കൊടുത്തിട്ടില്ല, ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഒരു സംഗതി എഴുതിയിട്ട് അടിയിൽ പൊന്മൾ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന് വഞ്ചന ചെയ്തു. ഉസ്താദിൻ്റെ പേരിൽ അവതാരിക എന്ന് പറഞ്ഞ് കച്ചകെട്ടി ഉണ്ടാക്കി. അങ്ങനെ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതും ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ പേരിലാണ് എഴുതിയുണ്ടാക്കിയത്. എന്നിട്ട് അതിൻ്റെ അവതാരിക ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദിൻ്റെ പേരിൽ ഉസ്താദ് അറിയാതെ അതും ചേർത്ത് കൊടുത്തു. അങ്ങനെ പുറത്തിറക്കി. നമ്മുടെ പ്രസ്ഥാനം അത് ഉടനെ തന്നെ കണ്ടുകെട്ടി. ഉടനെ തന്നെ അത് കണ്ടുകെട്ടിയെന്ന് മാത്രമല്ല, മൗലവിനെ കാണിച്ചല്ലോ, നമ്മൾ പത്രദ്വാര അത് പ്രസിദ്ധീകരിച്ചു. അതുമായിട്ട് ഞങ്ങളെ സംഘടനകൾക്ക് ബന്ധമേ ഇല്ല. പിന്നെ മൗലവി പറയാണ് എഴുതപ്പെട്ട ഗ്രന്ഥം എന്ന് പറഞ്ഞു, അത് മജ്ഹൂലാണ്, ആളറിയില്ല. മൗലവി, താങ്കൾ കിതാബ് ഓതി പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണിതൊക്കെ. താങ്കൾ മീസാൻ മുതൽ ഓതി പഠിക്കണം. മജ്ഹൂലാക്കൽ അതിൻ്റെ ഫായിലിനെ അറിയാതിരിക്കുമ്പോൾ മാത്രമല്ല, ഫായിൽ പറയപ്പെടാൻ മാത്രം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ മജ്ഹൂലാക്കും. ഫായിലേ പറയപ്പെടാൻ മാത്രമില്ലെങ്കിൽ അപ്പോഴും നമ്മളോട് മജ്ഹൂലാക്കും. അതിൻ്റെ ഭാഗമാണത്. ആ എഴുതിയ ആൾ അങ്ങനെ പറയപ്പെടാൻ മാത്രമല്ല. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു നിലക്കും ബന്ധമില്ല. നമ്മൾ നേരത്തെ തള്ളിയത് ഇങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ വായിക്കാനാണ് മലപ്പുറത്തെ റൂമിലിരുന്നു കൊണ്ട് അയാൾ സമയം ചെലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ ദുര്യോഗം എന്നല്ലാതെ നമുക്കെന്ത് പറയാനാ? അപ്പോൾ ഖുത്ഫുൽ ആലം എന്ന് പറയുന്ന ഗ്രന്ഥം അവിടെ ഇപ്പോൾ കാര്യമായിട്ട് മൗലവി പറയുന്നത്, നമ്മൾ നേരത്തെ ഈ മൗലവി അത് വായിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, മൗലവി അത് താങ്കളുടെ വിവരക്കേടാണ്, അതിന് അങ്ങനെ ഒരു അർത്ഥമില്ല എന്ന്. അപ്പോൾ നേരത്തെ ഇയാൾ അതിനെ വ്യാഖ്യാനിച്ചിരുന്നു, അത് ശരിയാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം അതിൻ്റെ മുസന്നിഫ് പറയുന്നു അതിൽ കുറേ തെറ്റുണ്ട്. അപ്പോൾ മുസന്നിഫ് പറഞ്ഞത് എന്താണ്, ഞാൻ പറഞ്ഞത് എന്താണ്, അതിന് ഇയാൾക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. മജീദ് ഉസ്താദിൻ്റെ ഗ്രന്ഥം വായിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാഇന് മറുപടിയാണ് എന്ന അർത്ഥത്തിൽ താങ്കൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അതിൻ്റെ അർത്ഥമല്ല. അതൊക്കെ താങ്കളുടെ വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. അതിൻ്റെ ഭാഗമാണ് ഫർത്തഫാത്തിൽ വൈരിയത്തു എന്നൊക്കെ നമ്മൾ അർത്ഥം വെച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതിനൊന്നും നിങ്ങൾ പറഞ്ഞ അർത്ഥമല്ല, അത് നിങ്ങളുടെ വിവരക്കേടായിരുന്നു. എന്നാൽ മജീദ് മുസ്ലിയാർ എന്തുകൊണ്ടാണ് ആ ഗ്രന്ഥം പിൻവലിച്ചത്? അത് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നൗഷാദിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ വെപ്രാളമില്ലാതെ പേടിയില്ലാതെ കേൾക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. താങ്കൾ എൻ്റെ പ്രസംഗം കേൾക്കുന്നത് എപ്പോഴും ഒരു പേടിയോടെയാണ്, ഒരു ഉൾക്കിടലത്തിലോട് കൂടെ മാത്രമാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ മറുപടി ശരിക്കും ബോധ്യപ്പെടാത്തത്. താങ്കൾ പ്രധാനപ്പെട്ട പലതും കേൾക്കാതെ പോവുകയാണ്. ഞാൻ എന്താണ് അതിൻ്റെ കാരണം പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ മനാഖിബിൽ എഴുതിയ ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥം എഴുതുമ്പോൾ ഇക്കാലഘട്ടത്തിൽ CM വലിയുല്ലാഹി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായ നിങ്ങളെ അവിടെ പരാമർശിക്കണം. നിങ്ങൾ CM വലിയുല്ലാഹി തങ്ങളെക്കുറിച്ച് പറയുന്നതൊന്നും അത് ശരിയല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ വിരുദ്ധമായ ആശയങ്ങൾ CM വലിയുല്ലാഹി തങ്ങളിലേക്ക് ചേർത്തി ആ മഹാനെ വഷളാക്കാൻ ശ്രമിക്കുന്ന CM വലിയുല്ലാഹി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് താങ്കൾ, ഈ കുരുവട്ടൂരിസം എന്ന് ആ പുസ്തകത്തിൽ പറയേണ്ടതാണ്. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയങ്ങളാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാ പറയുന്ന അതേ ആശയം തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ അതിനെതിരെ പറയുന്ന പുത്തൻവാദികളായ കുരുവട്ടൂരിസം പറയുന്നത് എൻ്റെ പുസ്തകത്തിൻ്റെ ആശയമല്ല എന്ന് അദ്ദേഹം അതിൽ പറയേണ്ടതായിരുന്നു. പക്ഷേ അത് വിട്ടുപോയി. അതുപോലെ മഹാകള്ളനായ മടവൂർ ഖാഫില, അതിൻ്റെ ആ മൗലവിയിൽ നിന്ന് ഒരു കാര്യം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കള്ളന്മാരിൽ നിന്നും ഉദ്ധരണി ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ചില ശ്രദ്ധക്കുറവ് ഈ പുസ്തകത്തിൽ വന്നതുകൊണ്ട് അതും കൂടി ക്ലിയർ ചെയ്ത് നിങ്ങളെക്കുറിച്ചുള്ള ശക്തമായ ഒരു ഗണനവും കൂടി ചേർത്തുകൊണ്ട് മജീദ് ഉസ്താദിനത് പുനഃപ്രസിദ്ധീകരിക്കാം. അപ്പം അതുകൊണ്ട് ആ ഖുത്ഫുൽ ആലം എന്ന് പറയുന്ന ഗ്രന്ഥം അത് അതിൻ്റെ മുസന്നിഫ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല, നിങ്ങൾ പറയുന്നത് അത് ശരിയല്ല, നിങ്ങൾ പറയുന്ന ആശയമല്ല അതിനുള്ളത് എന്ന് പറഞ്ഞ് അത് പിൻവലിച്ചു. എന്നാൽ ഇദ്ദേഹം പറയുന്നത് നമ്മൾ ഔലിയാക്കളുടെ കറാമത്തൊന്നും അംഗീകരിക്കാത്തവരാണ് എന്നർത്ഥത്തിലാണ്. മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകൾ അത് പറയേണ്ട രൂപത്തിൽ പറയേണ്ടതുപോലെ നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ നമ്മൾ പറയുന്നു. അതിനെ വിമർശിക്കുന്നവരുടെ മുമ്പിൽ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മഹാന്മാരായ ഔലിയാക്കളെ പരിഹസിക്കപ്പെടുന്നതിനും അവരെ താഴ്ത്തിക്കെട്ടുന്നതിനു വേണ്ടിയും ഒരു തെളിവുമില്ലാതെ
നിങ്ങൾ കുറേ കാര്യങ്ങൾ സിയം വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ പറയുന്നുണ്ട്, ഔലിയാക്കളെ പേരിൽ പറയുന്നുണ്ട്. അത് പാടില്ല എന്ന് എക്കാലത്തും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, എക്കാലത്തും മഹാന്മാർ അത് ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശം ചെവിക്കൊള്ളാതെയാണ് ഈ കുരുവട്ടൂരിയൻ വേദന്മാരടക്കമുള്ള കള്ളത്വരീഖത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ കൃത്യമായ തെളിവോടുകൂടെ മഹാന്മാരുടെ പേരിൽ പറയുന്ന അത്ഭുത കറാമത്തുകൾ നമ്മൾ അംഗീകരിക്കുന്നു, നമ്മളത് പ്രസിദ്ധീകരിക്കുന്നു, നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെ വിമർശിക്കുന്ന പുത്തൻവാദികളെ നേരിട്ട് കൊണ്ടിരിക്കുകയും. ഇത് സുന്നി കൈരളിയാണ്. ഇവിടെ സുന്നി കൈരളിയെക്കുറിച്ചും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തെക്കുറിച്ചും അറിയുന്നവർക്കറിയാം. എന്നാൽ അങ്ങനെയുള്ള ഞങ്ങളെ നോക്കിയിട്ട് അവർ കറാമത്ത് അംഗീകരിക്കാത്തവരാണ് എന്ന് പറഞ്ഞാൽ അത് പൊതുസമൂഹം പുച്ഛിച്ച് തള്ളുമെന്ന് ഞാൻ ഈ നൗഷാദിനെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ഖുതുബി എന്ന പദപ്രയോഗത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞു. തസവ്വുഫ് അറിയാത്ത കുരുവട്ടൂരിസം എന്ന പേരിൽ നടത്തിയ പ്രഭാഷണത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഖുതുബി എന്ന പദപ്രയോഗം, ഖുതുബുൽ ആലം എന്ന പദപ്രയോഗം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ തന്നെയും ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഖുതുബുൻ ഫിൽ ആലം എന്നായി വ്യാഖ്യാനിക്കണമെന്ന് ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് അമ്പിയാക്കൾ ഹയാത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും റസൂലാണ്. അങ്ങനെ ഇന്ന് ഉള്ള അമ്പിയാക്കളടക്കമുള്ള എല്ലാവരുടെയും ഖുതുബ് എന്ന ഒരു വലിയനെക്കുറിച്ച് പറയുന്നത് ആ വലിയ പൊരുത്തപ്പെടൂല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി തങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്ന അപരാധങ്ങളും അബദ്ധങ്ങളും ധാരാളമാണ്. ബഹുമാനപ്പെട്ട മജീദ് മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ബിൽ ഖുത്ബി യുഹ്ഫദുൽ ആലമു കുല്ലുഹു, ഈ ആലമു കുല്ലുഹു എല്ലാം ഹിഫ്ദ് ചെയ്യപ്പെടുന്നത്, സംരക്ഷിക്കപ്പെടുന്നത് ഖുതുബിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുല്ലിൻ്റെ മാന നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, താങ്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുല്ലി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇസ്തിസ്നാഇൻ്റെ കാര്യങ്ങൾ, ഇസ്തിസ്നാഇൻ്റെ സാധ്യതകൾ പലതുണ്ടാകും. അതൊക്കെ ഖുർആനിൽ നിന്നും 10ഓളം ഉദാഹരണങ്ങൾ കൊണ്ടുവന്ന് മൗലവി ഞാൻ താങ്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെയോ വ അനൽ മുദബ്ബിറു ലാ ഹലാക വലാ ഫന സിയം വലിയുല്ലാഹി കാന അലീമ എന്ന മൗലിദിൻ്റെ അർത്ഥം, മൗലവി എന്താണ് അതിൻ്റെ അർത്ഥം? വ അനൽ മുദബ്ബിറു എന്ന് സിയം വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞത് താങ്കൾ പറയുന്ന അർത്ഥത്തിലല്ല, ആ അർത്ഥത്തിൽ പറയുന്നത് ഷിർക്കാണ് എന്ന് അല്ലാമ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ശറഹുൽ മഖാസിദ് ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാ താങ്കളെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളായ ഞങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെയോ ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി തങ്ങൾ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. പിന്നെയോ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പരിശുദ്ധ ഖുർആൻ ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മുദബ്ബിർ, ആ തദ്ബീറിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞത്. ഇനി മൗലിദുൻ നൂറിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? യുദബ്ബിറു കുല്ലൽ കായിനാതി ബിസബബിഹിം ഇലാഹുൽ വറാ ഫീ കുല്ലി ഹീനിൻ വഹാലതി. ആരെ? മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് പറയാണ്, യുദബ്ബിറു തദ്ബീർ ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു, കുല്ലൽ കായിനാതി എല്ലാ വസ്തുക്കളെയും, ബിസബബിഹിം ആ ഔലിയാക്കൾ കാരണമായി. ആര് തദ്ബീർ ചെയ്യുന്നു? ഇലാഹുൽ വറാ, ലോക സൃഷ്ടാവായ അള്ളാഹു തദ്ബീർ ചെയ്യുന്നു. അപ്പൊ മഹാന്മാര് നിമിത്തമായി അള്ളാഹു തആല തദ്ബീർ ചെയ്യുന്നു. കണ്ടോ? അപ്പൊ അള്ളാഹു തആലയാണ് മുദബ്ബിറുൽ ആലം. എന്നാൽ നിങ്ങൾ പറയുന്ന അർത്ഥത്തിൽ മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് തദ്ബീർ ചെയ്യുന്നു, അവർ മുദബ്ബിറുൽ ആലമാണ് എന്ന് പറയുന്നത് അത് ഷിർക്കാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇമാമുകൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നേരത്തെ പറഞ്ഞതുമൊക്കെ ഇമാമുകൾ പറയാത്ത, മുസന്നിഫീങ്ങൾ പറയാത്ത, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാത്ത ജഹാലത്തിൽ നിന്നാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് പിൻവലിക്കേണ്ട ഒരു മൗലിദ് കിതാബുണ്ട്. അതാ മൗലിദുൻ നൂർ. എന്തായാലും നിങ്ങൾ പിൻവലിക്കണം. കാരണം മൗലിദുൻ നൂറിൽ തുടങ്ങുന്നത് തന്നെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതിനിങ്ങനെ പറഞ്ഞു വന്നതിന്റെ ശേഷം യുദബ്ബിറു കുല്ലൽ കായിനാതി ബിസബബിഹിം ഇലാഹുൽ വറാ ഫീ കുല്ലി ഹീനിൻ വഹാലതി. എല്ലാ സൃഷ്ടികളെയും അല്ലാഹ്
തദ്ബീർ ചെയ്യുന്നത് ഈ മഹാന്മാരിലൂടെയാണ്. കുല്ലൽ കായിനാത്ത്. നിങ്ങൾ ആശയത്തിനെതിരല്ലേ? ആരാ പുറത്തിറക്കിയത്? SYS ബുക്ക് സ്റ്റാൾ. കുറച്ച് പണിയുണ്ടാവും, മുശാവറ പണിയെടുക്കട്ടെ. പിൻവലിക്കൽ മീറ്റിംഗ് അല്ല, സമ്മേളനം തന്നെ നടത്തിൻ്റെ നിങ്ങൾ. മൗലവി അത് ഞങ്ങളാശയത്തിന് അനുകൂലാണ്. ഇയാൾക്കാകെ തലതിരിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇയാൾക്ക് തലതിരിഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ആർക്കും ബോധ്യപ്പെടില്ല. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ അതേ ആശയമാണ് പറയുന്നത്, അതേ സമയത്ത് താങ്കൾ പറഞ്ഞതിനെതിരാണത്. അപ്പം മൗലവിക്ക് ഇപ്പം ഏതാണ് ഞങ്ങൾക്ക് അനുകൂലം, ഏതാണ് ഞങ്ങൾക്ക് പ്രതികൂലം എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? യുദബ്ബിറു കുല്ലൽ കായിനാത്തി, എല്ലാ വസ്തുക്കളെയും സർവ്വചരാചരങ്ങളെയും തദ്ബീർ ചെയ്യുന്നു. ബിസബബിഹിം, ഔലിയാക്കൾ നിമിത്തമായി. അപ്പം മഹാന്മാര് നിമിത്തമാണ് എന്ന സുന്നത്തി ജമാഅത്തിന്റെ വാദത്തിനെതിരാണ് താങ്കൾ പറയുന്നത്. അപ്പൊ ഇലാഹുൽ വറാ ഫീ കുല്ലി ഹീനിൻ വഹാലത്തി, അല്ലാഹു തആല തദ്ബീർ ചെയ്യുന്നു എന്നാ പറഞ്ഞത്. അതാണ് ഇപ്പൊ ഞങ്ങൾ പറയുന്നത്. എന്നാൽ അതിന് വിരുദ്ധമാണ് നൗഷാദെ താങ്കൾ പറയുന്നത്. അപ്പൊ താങ്കൾ എന്താണ് പറയുന്നത് എന്ന് പോലും മറന്നുപോവാണ്. അതങ്ങനെയാണ്. കളവ് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കളവ് എന്താണ്, ഇപ്പം പറഞ്ഞ കളവ് എന്താണ് എന്ന് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. സത്യം പറയുമ്പോഴോ സത്യം ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അത് എപ്പോൾ പറഞ്ഞാലും അത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ കളവ് പറഞ്ഞിട്ട് ഇയാൾ മറന്നുപോയതാണ്. അപ്പം അതുകൊണ്ട് ഈ മൗലവി സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധമായ ആശയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞതാണ് എന്നല്ല. സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ്, ബഹുമാനപ്പെട്ടവരോട് ബന്ധമുള്ള നമ്മുടെ ഉലമാ, താജുൽ ഉലമയാകട്ടെ, സുൽത്താനുൽ ഉലമയാകട്ടെ, ഈ മഹാന്മാരൊക്കെ നമ്മുടെ കൂടെയാണ്. എന്നാൽ ഈ മഹാന്മാർക്കെതിരെയാണ് ഈ കള്ളത്വരീഖത്തിൻ്റെ കക്ഷികളുള്ളത്. സിയം വലിയുല്ലാഹി തങ്ങളുടെ കൂടെ ഖാദിമായി നടന്ന മഹാനാണ് ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങളുപ്പാപ്പ. അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. വൈലത്തൂര് തങ്ങളുപ്പാപ്പ എന്താണ് ഇവരെക്കുറിച്ച് പറഞ്ഞത്? ഇവിടെ കാട്ടുകള്ളനായ ആ കോമാട്ടുചാലിൽ അബ്ദുള്ളയെ കുറിച്ച് എന്താ പറഞ്ഞത്? കാട്ടുകള്ളനാണ്. വൈലത്തൂര് തങ്ങളുപ്പാപ്പ പഠിപ്പിച്ചതാണ്. നിങ്ങളെക്കുറിച്ച് സമൂഹം മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി ഈ ഉമ്മത്തിനോട് കാരുണ്യമുള്ള നമ്മുടെ ഉലമാ സാദാത്തുക്കൾ അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച്. കാട്ടുകള്ളനാണ്, നിഷേധിക്കാൻ പറ്റുമോ? ആ കാട്ടുകള്ളൻ്റെ കൂടെയാണ് നിങ്ങൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വൈലത്തൂര് തങ്ങളുപ്പാപ്പ അടക്കം സിയം വലിയുല്ലാഹി തങ്ങളോട് ഏറ്റവും അടുത്തവരും സിയം വലിയുല്ലാഹി തങ്ങളെ മനസ്സിലാക്കിയവരുമൊക്കെ നിങ്ങളുടെ എതിർപക്ഷത്താണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പക്ഷത്താണുള്ളത്. ഇത് തന്നെ മതി, നിങ്ങൾ വ്യാജന്മാരാണ് എന്ന് തിരിച്ചറിയാം. അപ്പം അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, വഖത്ത് തവാതറ വശാഅ വദാ അന്നമൻ അൻകറ അലാ ഹാദിഹി ത്വഇഫ, മഹാന്മാരായ മശായിഖന്മാരെ നിഷേധിക്കുന്നവർ, ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങളുപ്പാപ്പ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി തങ്ങൾ, ആ സിയം വലിയുല്ലാഹി തങ്ങൾ അവിടുത്തെ ഹയാത്ത് കാലത്ത് അൻതാലൽ ഹഖ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ഈ സമൂഹത്തിന് നൽകിയ സുൽത്താനുൽ ഉലമ, അങ്ങനെയുള്ള ഈ ത്വായിഫത്ത്, ഹഖിൻ്റെ ത്വായിഫത്താകുന്ന ഈ മഹാന്മാരുടെ ത്വായിഫത്ത്, ആ ത്വായിഫത്തിനെ നിഷേധിക്കുന്നവർ അവർക്ക് ലാ യൻഫഉല്ലാഹു ബിഇൽമിഹി, അവരുടെ ഇൽമിന് ഒരു നഫ്ഉ ഉണ്ടാകൂല, അവരുടെ ഇൽമിന് ഒരു നഫ്ഉ ഉണ്ടാകൂല. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയുബ്തല ബിഅഫ്ശഹിൽ അംറാദി വഅഖ്ബഹിഹാ, വലിയ പരീക്ഷണം അവർക്ക് നേരിടേണ്ടി വരും. വലഖദ് ജറബ്നാ ദാലിക ഫീ കസീരിൻ മിനൽ മുൻകിരീന, ധാരാളം നിഷേധികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്, അവരിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നൗഷാദേ അത് താങ്കൾക്കും താങ്കളുടെ വിഭാഗത്തിനുമാണ്, എതിരെയാണ് എന്നത് മനസ്സിലാക്കണം. മശായിഖന്മാർ, യഥാർത്ഥ മശായിഖന്മാർ, സിയം വലിയുല്ലാഹി തങ്ങൾ തന്നേൽപ്പിച്ച യഥാർത്ഥ മശായിഖന്മാർ നമ്മുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നേതാക്കളാണ്. ആ മശായിഖന്മാരെ എതിർക്കുകയും അവർക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ആഖിബത്ത് ശ്രദ്ധിക്കണമെന്ന് സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്മ വരണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ഈ പിഴച്ച കക്ഷികളെയും അല്ലാഹു തആല നന്നാക്കട്ടെ എന്ന് ദുആ ചെയ്ത് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.